വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 19-ാം വാക്യം. എന്നാൽ പരീശന്മാർ അന്യോന്യം, നിങ്ങളെ കൊണ്ടൊരു പ്രയോജനവുമില്ല, അതാ ലോകമൊക്കെയും അവൻ്റെ പിന്നാലെ പോയിക്കളഞ്ഞു എന്ന് പറഞ്ഞു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമീൻ. കർത്താവായ യേശു മിശിഹായുടെ യെരൂശലേമിലേക്കുള്ള രാജകീയമായ എഴുന്നള്ളത്താകുന്നു ഓശാന പെരുന്നാൾ. കർത്താവായ യേശു മിശിഹ ഒരു കഴുതക്കുട്ടിപ്പുറത്ത് രാജകീയമായി ദേവാലയത്തിലേക്ക് എഴുന്നള്ളി വരികയാണ്. അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും കർത്താവിനെ സ്നേഹിക്കുന്ന അനേകരും ഇതാ കർത്താവിനെ വരവേറ്റുകൊണ്ട് യെരൂശലേമിലേക്ക് സ്വീകരിക്കുന്നു. എന്നാൽ ഇതിൽ ക്ഷുഭിതരായ പരീശന്മാർ അന്യോന്യം പറയുന്നു, ഇതാ ലോകമൊക്കെയും അവൻ്റെ പിന്നാലെ പോയി കളഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ടവരെ, കർത്താവായ യേശു മിശിഹായെ അനുഗമിച്ച് യെരൂശലേം ദേവാലയത്തിലേക്ക് പോകുമ്പോൾ അത് ഓശാന പെരുന്നാളാകുന്നു. കർത്താവായ യേശു മിശിഹ ഈ ലോകത്ത് നിറവേറ്റിയതായ അത്ഭുതങ്ങൾ അവർക്ക് സ്വാന്തനമായും ആഹാരമായും രോഗസൗഖ്യമായും കർത്താവിൻ്റെ ജീവിതം മാറിയപ്പോൾ ലോകമൊക്കെയും കർത്താവിൻ്റെ പിന്നാലെ പോയി കളഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ടവരെ, എവിടെ സഹായത്തിൻ്റെ ഹസ്തം നീട്ടുന്നുവോ, എവിടെ മറ്റുള്ളവരെ സഹായിക്കുവാനും ചേർത്ത് പിടിക്കുവാനും സാധിക്കുന്നുവോ, അവിടെ ഓശാന പെരുന്നാൾ കാണുവാൻ സാധിക്കും. കർത്താവായ യേശു മിശിഹ തൻ്റെ ജനത്തോടൊപ്പം ഇതാ രാജകീയമായി യെരൂശലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവർ, നമ്മുടെ ജീവിതത്തിലും കർത്താവിനോടൊപ്പം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അവിടെ സഹായത്തിൻ്റെ ഹസ്തം നീട്ടിക്കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുവാനും സാധിക്കണം. ഈ ഒരു സന്ദേശം ഓശാന പെരുന്നാളിൻ്റെ മഹത്തായ സന്ദേശമാകുന്നു. ഈ ലോകത്ത് വെട്ടിപ്പിടിക്കുവാനായിട്ട് ഒരുങ്ങുന്നവർ, എല്ലാം ചേർത്ത് നിർത്തി സ്വയം വലിയവനാൻ ശ്രമിക്കുന്നവർ ശുശ്രൂഷകനാകണമെന്ന് കർത്താവായ യേശു മിശിഹ കൽപ്പിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 45-ാം വാക്യം. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാൻ, അനേകർക്ക് ജീവന് മറുവെല്ലയായി നൽകുവാനും അത്രേ ഞാൻ വന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഓശാന പെരുന്നാൾ ശുശ്രൂഷയുടേതായ പെരുന്നാളായി മാറുകയാണ്. കർത്താവിനെ അനുഗമിച്ചവർ കർത്താവിൽ നിന്ന് ശുശ്രൂഷ ലഭിച്ചവരായിരുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, കർത്താവിൻ്റെ ശുശ്രൂഷ ലഭിച്ചവരാണ് നാം ഓരോരുത്തരും. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചവരാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കണം. ദേവാലയം ദൈവത്തിൻ്റെ ആലയമാകുന്നു, സ്വർഗത്തിൻ്റെ വാതിലാകുന്നു. ഈ ഓശാന പെരുന്നാൾ കർത്താവിനോട് കൂടെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുവാൻ, ദേവാലയത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. 50 ദിനങ്ങൾ നമ്മുടെ കിഴക്കമ്പലം സെൻറ്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി പള്ളിയുടെ കീഴിലുള്ള മോർക്കോമ യൂത്ത് അസോസിയേഷൻ തിരുവചനത്തിൻ്റെ വെളിച്ചം എല്ലാവർക്കുമായി എത്തിക്കുമ്പോൾ യൂത്ത് അസോസിയേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അത്യധ്വാനത്തെയും എല്ലാം ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംരംഭം എല്ലാ വർഷവും അനേകർക്ക് വെളിച്ചമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓശാന പെരുന്നാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നേരുന്നു. ദൈവം നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. നിന്റെ ജനത്തിൻ്റെ അകൃത്യമൊക്കെയും നീ ക്ഷമിച്ചു, അവരുടെ പാപമൊക്കെയും നീ മൂടിക്കളഞ്ഞു. 85-ാം സങ്കീർത്തനം 2-ാം വാക്യം.